ഇനി ഇവിടെ പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുള്ള മറ്റൊരു കാര്യമാണ് ഇവർ ഇസ്ലാമിക് സ്റ്റേറ്റ് പോലുള്ള ചില ഭീകര സംഘടനകൾ മൂലമാണ് റാഡിക്കലൈസ് ചെയ്യപ്പെടുന്നതെന്ന്. അതിലും വലിയ കള്ളാണ്. ഇവർ റാഡിക്കലൈസ് ചെയ്യപ്പെടുന്നത് ഇവിടെ വെച്ച് തന്നെയാണ്, നമ്മുടെ നാട്ടിൽ വെച്ച് തന്നെയാണ്, അല്ലെങ്കിൽ അവർ ഏത് രാജ്യത്താണോ അവിടെ വെച്ച് തന്നെയാണ് ഇവർ റാഡിക്കലൈസ് ചെയ്യുന്നത്. ഇവരുടെ റാഡിക്കലൈസ് ചെയ്യപ്പെടുന്നതിന്റെ ആദ്യത്തെ സ്റ്റെപ്പ് നടക്കുന്നത് ഇവരുടെ മദ്രസ പഠനത്തിൽ വെച്ച് തന്നെയാണ്. ഞാൻ എല്ലാ മദ്രസകളെ അല്ല പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ റാഡിക്കലൈസ് ചെയ്യപ്പെട്ട തീവ്രവാദികൾ റാഡിക്കലൈസ് ചെയ്യപ്പെടുന്നതിന്റെ ആദ്യ പാഠം അവർക്ക് കിട്ടിയിട്ടുള്ളത് ഏതെങ്കിലും ഒരു മദ്രസയിൽ നിന്നാണ്. പിന്നീട് നമുക്കറിയാം എല്ലാ വെള്ളിയാഴ്ചകളിലും ഇവർ മോസ്കുകളിൽ പോകുന്നുണ്ട്. ഇനിയും ഞാൻ പറയുന്നു, ഇവിടെയുള്ള എല്ലാ മോസ്കുകളെ കുറിച്ചല്ല ഞാൻ പറയുന്നത്, ഇവിടെ ഉള്ള ചില ഇമാമുമാർ ഇവർ എന്ത് ടീച്ചിങ് കൊടുക്കുന്നു എന്നുള്ളത് ശ്രദ്ധിക്കേണ്ടതാണ്. എല്ലാവരെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. 3, ഇവർ റെഫർ ചെയ്യുന്ന പുസ്തകങ്ങളാണ്. ആ പുസ്തകങ്ങളെ ഇവർ എങ്ങനെ റെഫർ ചെയ്യുന്നു, എങ്ങനെ അവർ മനസ്സിലാക്കിയെടുക്കുന്നു. അപ്പോൾ ബുദ്ധി കൂടിയാൽ കുറച്ചും കൂടി ബുദ്ധിയുടെ തലത്തിൽ കുറച്ചും കൂടി കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കും. അപ്പോൾ അങ്ങനെ റാഡിക്കലൈസ് ചെയ്യപ്പെടുന്നുണ്ട്. 4മതായിട്ട് ഇവർക്ക് കിട്ടുന്ന വാർത്തകൾ. ഇവിടെയാണ് ഞാൻ മാധ്യമങ്ങളുടെ പങ്ക് കൂടി പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇവർക്ക് ഒരു വാർത്ത എങ്ങനെ മാധ്യമങ്ങൾ വിളമ്പുന്നു അത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം ഇവിടെ വഖഫ് നിയമം എന്തിനാണെന്ന് എന്നുള്ളത് ഇവിടെയുള്ള ഏത് കൊച്ചുകുട്ടിക്കും കൃത്യമായ ഭാഷയിൽ പറഞ്ഞാൽ മനസ്സിലാവും. പക്ഷെ മാധ്യമങ്ങൾ കൊടുക്കുന്ന അതിന്റെ ഡെഫിനിഷനും അതിന്റെ നരേഷനും അത് വഴിതെറ്റിക്കുന്നതാണ്. വഖഫ് നിയമ ഭേദഗതി എന്ന് പറയുന്നത് മുസ്ലിമുകളുടെ ഭൂമി മുഴുവൻ കൈയടക്കാൻ വേണ്ടിയിട്ട് നരേന്ദ്രമോദി സർക്കാർ ചെയ്യുന്ന പരിപാടിയാണ് എന്ന് പഠിപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെയിരിക്കും? അതാണ് ഇവിടെ നടക്കുന്നത്. ഇതേപോലെ തന്നെ CAA എന്ന് പറയുന്നത് ഇന്ത്യയിലെ മുസ്ലിമുകളെ മുഴുവൻ ഇന്ത്യയിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടിയുള്ള പരിപാടിയാണ് എന്ന് പഠിപ്പിച്ചു കൊടുത്താൽ എങ്ങനെയിരിക്കും? ഇതാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും തീവ്രവാദികൾ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അവർ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുന്ന വീഡിയോകൾ ഇപ്പോഴും വരുന്നത് ബാബർ മസ്ജിദ് പൊളിച്ച വീഡിയോകളാണ്. ആ വീഡിയോ വീണ്ടും 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 ഇവരെ കാണിച്ച്, ഗുജറാത്ത് കലാപത്തിന്റെ വീഡിയോകൾ വീണ്ടും 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 കാണിച്ച്, ഗോദര സംഭവം ഇവർ കാണിക്കില്ല, അതിനപ്പുറമുള്ളതേ കാണിക്കുള്ളൂ. അതിങ്ങനെ കാണിച്ച് കാണിച്ച് ഇവരെ മസ്തിഷ്ക പ്രക്ഷാളനം നടത്തിക്കുന്നുണ്ട്. അതിൽ ഇവിടുത്തെ മീഡിയകൾക്ക് കൃത്യമായ പങ്കുണ്ടെന്ന് ഞാൻ പറയും. ഇതെല്ലാം കഴിഞ്ഞിട്ടേ നമ്മൾ ഇസ്ലാമിക് സ്റ്റേറ്റിനെയോ മറ്റ് ഭീകര സംഘടനകളെയോ നമ്മൾ കുറ്റം പറയാൻ പാടുള്ളൂ. കാരണം ഓൾറെഡി റാഡിക്കലൈസ്ഡ് ആണ്, മനസ്സ് ഓൾറെഡി റാഡിക്കലൈസ്ഡ് ആണ്. എങ്ങനെയാണ് ഒരു തീവ്രവാദ സംഘം തങ്ങൾക്ക് പറ്റിയ ഒരാളെ ഈ രാജ്യത്ത് നിന്ന് പിക്ക് ചെയ്യുന്നത്? അവർ നറുക്കിട്ട് നോക്കിയാണ് എടുക്കുന്നത്? അല്ല. ഇവിടെ ഞാൻ എൻ്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇവിടെ നാർക്കോട്ടിക്സ് ഉണ്ടല്ലോ, നാർക്കോട്ടിക്സിനെ അഡിക്റ്റ് ആയ ഒരു വ്യക്തി നാർക്കോട്ടിക്സിന്റെ കണ്ണുകളിലേക്ക് എങ്ങനെ ചെന്നെത്തിപ്പെടുന്നു, അതേപോലെ തന്നെയാണ് ഇത് സംഭവിക്കുന്നത്. ഈ സംഘടനകളിലേക്ക് എത്തുമ്പോൾ അവർ ആകെ കൂടി ഇവർക്ക് കൊടുക്കുന്ന ഡയറക്ഷൻ ഇത്രയേ ഉള്ളൂ: നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്, നിങ്ങളുടെ തലയിൽ ഈ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇത് എങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്യേണ്ടത്, അത് ഇന്ത്യ രാജ്യത്തിന്മേൽ എങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഏതാണെങ്കിൽ ലോകത്ത് എവിടെയാണെങ്കിൽ അവിടെ എങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്യേണ്ടത് എന്നുള്ള ആശയം മാത്രമേ, അതിനുള്ള പഠനം മാത്രമേ ഇവർ കൊടുക്കുന്നുള്ളൂ. വേണമെങ്കിൽ കുറച്ച് സാധന സാമഗ്രികൾ കൂടി വേണമെങ്കിൽ അവർ എത്തിച്ചു കൊടുത്താൽ ഇത്രയേ ഭീകര സംഘടനകൾ ചെയ്യുന്നുള്ളൂ.